ട്രിപ്പിൾ സൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇത് എൻ്റെ റൂമിൽ വെച്ചിട്ടുള്ള ഒരു അലമാരയാണ്. ഇതിൽ ഞാൻ മക്കൾക്ക് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് GK, കളറിങ്, ഗ്രാമർ, ഡിക്ഷണറി തുടങ്ങിയ ബുക്കുകളും കവിതാ ബുക്കുകളും പിന്നെ എനിക്ക് വേണ്ടി വാങ്ങിച്ചിട്ടുള്ള കുറച്ച് ബുക്കുകളും സ്കൂളിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ചാർട്ട് പേപ്പറും നോട്ട്ബുക്കുകളും കളർ പേപ്പറും പെൻസിലും ഒക്കെയാണ് ഇവിടെ വച്ചിരിക്കുന്നത്. ഈ അലമാര ചേട്ടൻ്റെ ബുക്കുകൾ വയ്ക്കാനാണ് വാങ്ങിച്ചത്. നേരത്തെ ഇതിൽ ചേട്ടൻ്റെ ബുക്കുകൾ വെച്ചിരുന്നതുമാണ് കേട്ടോ. പക്ഷേ പിന്നീട് ഇതിൻ്റെ ഡോറൊക്കെ ഇളകിപ്പോയതിന് ശേഷം ഞാൻ എടുത്ത് ഇവിടെ കൊണ്ട് വെച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് പുറത്ത് എന്തോ സൗണ്ട് കേട്ടു. അങ്ങനെ ഞാൻ പുറത്ത് എന്താണെന്ന് നോക്കാൻ വേണ്ടി പോയി നോക്കി. അപ്പോൾ KSEBയിൽ നിന്ന് ആൾക്കാർ വന്ന് ഇലക്ട്രിക് ലൈനിൽ തട്ടി നിൽക്കുന്ന മരച്ചില്ലകളുണ്ടല്ലോ, അതൊക്കെ മുറിച്ച് മാറ്റുന്നുണ്ടായിരുന്നു. നമ്മുടെ മുറ്റത്തെ റംബുട്ടാൻ മരത്തിൻ്റെ ചില്ലയും അവർ മുറിച്ച് മാറ്റി. ഞാനും ചേട്ടനും കൂടി ചില്ലയിലുണ്ടായിരുന്ന റംബുട്ടാനെല്ലാം പറിച്ചെടുത്ത് മക്കൾക്ക് വേണ്ടി മാറ്റിവെച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഞാൻ റൂമിലേക്ക് എത്തിയിട്ട് ബാക്കി ബുക്കുകളൊക്കെ അടുക്കി വയ്ക്കുകയാണ്. ഇതൊരു ആൽബമാണ് കേട്ടോ. അപ്പോൾ ഇതിൽ എൻ്റെ അനിയന്മാരുടെയും എൻ്റെയും മക്കളെ കുട്ടിക്കാലത്തെ ഫോട്ടോകളൊക്കെയാണ് ഇതിലുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ റംബുട്ടാൻ, മഞ്ഞ കളറാണ്. അതിനൊക്കെ ശേഷം ഞാൻ ബുക്കുകളൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് വൈകുന്നേരം ആയപ്പോഴേക്കും മക്കളൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ പുരയിടത്തിൽ ഇന്നും പിന്നെ വാഴ ഒടിഞ്ഞ് വീണിട്ടുണ്ടെന്ന് മോൻ വന്ന് പറഞ്ഞു കേട്ടോ. മോൻ വരുന്ന വഴിക്ക് കണ്ടുവന്നു. അപ്പം അത് ഞാനും മോനും കൂടി പുരയിടത്തിൽ പോയി മുറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് കമ്പൊക്കെ കൊണ്ട് താങ്ങ് കൊടുത്തിട്ടും കാറ്റത്ത് ഇത് ഒടിഞ്ഞ് വീണ് കേട്ടോ. അങ്ങനെ വാഴക്കുല മുറിച്ച് വീട്ടിലെത്തിയപ്പോൾ മക്കൾക്ക് വാഴയ്ക്കപ്പം വേണമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ അവർക്ക് വാഴയ്ക്കപ്പവും ചായയും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇതിനിടയിൽ മോൻ സ്കൂളിലെ നോട്ടൊക്കെ എഴുതുന്നുണ്ട്. ചായയൊക്കെ കുടിച്ച് വാഴയ്ക്കപ്പമൊക്കെ അവൻ കഴിച്ചിട്ട് ബാക്കി നോട്ടൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവനെ പഠിപ്പിച്ചുകൊണ്ട് ഞാൻ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് നമ്മുടെ കുപ്പികളിൽ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ നിറയ്ക്കാനുണ്ടായിരുന്നു. കടുക്, അങ്ങനെ ഉലുവ, അങ്ങനെയുള്ളതൊക്കെ എല്ലാം നിറയ്ക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഞാൻ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. കൂട്ടത്തിൽ മോനെ പഠിപ്പിക്കുന്നുമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നിറച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചേട്ടത്തിയുടെ വീട്ടിൽ നിന്നും മോള് പാൽ പായസമായിട്ട് വന്നത് കേട്ടോ. അങ്ങനെ പായസവും കുടിച്ച് TV-യിൽ സിനിമയൊക്കെ കണ്ട് ഞങ്ങളങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്തേക്കണേ. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നമസ്തേ. താങ്ക്സ് ഫോർ വാച്ചിങ്.